എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. കാര്യം മോളെ തല്ലുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്, പോയിട്ട് തെറി പറയുന്നുണ്ട്, തല്ലുന്നുണ്ട്. ഇതെല്ലാം അന്നത്തെ രാത്രി സംഭവിക്കുന്ന കാര്യം. ഇപ്പം അതായത് പുള്ളിക്കാരി ബാഗുമായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി വീണ്ടും സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഇതായിരുന്നു. ഇത് ഈ പുള്ളിക്കാരൻ മനസ്സിലായി. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ ഉറക്കോണിട്ട് കാവലിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെൺപിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛനെ സമാധാനപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. അച്ഛൻ പക്ഷെ ഒരുപാട് കാല് പിടിച്ചു പോരുന്നൊക്കെ പറഞ്ഞോ? അവിടെ സ്റ്റേഷനിൽ വെച്ച് കാല് പിടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ 4 മക്കളുടെ മുന്നിലിട്ട് ഒരാള് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്ന വാർത്ത നമ്മളെല്ലാം അറിഞ്ഞത്. കൊല്ലപ്പെട്ടത് ഹസീന എന്ന 40-കാരിയും കൊന്നത് സുരേഷുമായിരുന്നു. ഹസീന സുരേഷ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് പ്രണയവിവാഹമായിരുന്നു. ഒരു വിവാഹം എന്ന രീതിയിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു സുരേഷ് ഹസീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിളിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയൊന്നും അവർ ജീവിതം ആരംഭിച്ച് ഏകദേശം 20 വർഷത്തോളം അവർ മുന്നോട്ട് പോയി. പിന്നീടാണ് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതും അവസാനം ഇപ്പോൾ അതൊരു കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്നതും. ഈ കൊലപാതകത്തിന് ശേഷം വളരെ വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഭർത്താവായ സുരേഷിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഹസീന എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ആള്, സുരേഷും കൊല്ലപ്പെട്ടിട്ടുണ്ട്, സുരേഷും മരണപ്പെട്ടിട്ടുണ്ട്. ഹസീന എന്ന സുരേഷിനാൽ കൊല്ലപ്പെട്ട ആള് അത്ര നിഷ്കളങ്കയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഹസീനയുടെയും സുരേഷിന്റെയും ബന്ധുക്കളും ഇരുവരുടെയും ഈ കൊലപാതകത്തിനൊക്കെ സാക്ഷിയായ ഇരുവരുടെയും മക്കളും ഈ പ്രശ്നത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സുരേഷിന്റെ ബന്ധുക്കളുടെ പ്രതികരണത്തേക്ക് പോകാം. അവൾ കോളേജിപ്പിക്കുമ്പോഴത്തേക്ക് അവരുമായിട്ട് കണ്ടുമുട്ടി, അങ്ങനെയുണ്ട് സ്നേഹബന്ധമാണ്. കല്യാണമല്ല അവരും വിളിച്ചോണ്ടെന്നുള്ളത് കണ്ടിരുന്നത്. ആ രീതിയിലാണ് അമ്പലത്തിൽ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവൻ കല്യാണം ഇവിടെ വിളിച്ചോണ്ട് താമസിക്കുന്നു എന്നൊക്കെ ഉള്ള കണക്കൂട്ടായിരുന്നു. പിന്നെ കുടുംബങ്ങളായി 4 പിള്ളേരായി ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ പേരിൽ അവർക്ക് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഒരു. അതായത് ഹസീനയെ കല്യാണം കഴിച്ചിട്ടില്ല, ഹസീനയെ വിളിച്ചുകൊണ്ടുവരായിരുന്നു സുരേഷ്. ഇരുവരും പ്രേമത്തിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർ പഠിക്കുന്ന സമയത്ത് പ്രണയത്തിലായതാണ്. തുടർന്ന് ഹസീനയുടെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള വിയോജിപ്പ്, ഹസീനയുടെ മാത്രമല്ല ഈ സുരേഷിന്റെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഈ ബന്ധത്തിലുണ്ടായിരുന്നു. ഇതിനൊന്നും വകവെക്കാതെ ഹസീനയെ സുരേഷ് വിളിച്ചു കൊടുത്ത് അവർ ജീവിതം ആരംഭിക്കുകയായിരുന്നു. ഇന്ന പോലെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരാഴ്ചയോളം കഴിഞ്ഞതാണ്. ഇനി എനിക്ക് ഇയാളോട് കഴിക്കേണ്ട താമസിക്കാനുള്ള താല്പര്യമില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഏറ്റവും ഇളയ കുഞ്ഞുമായിട്ട് ഞാൻ പോകുന്നത്. പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന 17,000 രൂപയെന്ന് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. അതായത് 10,000 രൂപ ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 7,000 രൂപ വീട്ടിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടിയാക്ക് എന്നെ നോക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ കാശ് എടുക്കുന്നത്, എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ എടുത്തു. ഞങ്ങൾ ജോലി ചെയ്ത് തിരിച്ചു തന്നോളാം, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. മൂത്ത കൊച്ച് വളർന്നിട്ടുണ്ട്, അതിന് അത്യാവശ്യം വളർന്നതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുപോകുന്നില്ല, നിങ്ങളെ കാര്യങ്ങളെല്ലാം ആ കൊച്ചു നോക്കിക്കോളും. പിന്നെ നിങ്ങളെ കുടുംബക്കാരെ ആരെയും വിട്ട് എന്നെ വിളിപ്പിക്കരുത്, എനിക്ക് നാണം കെടാനുള്ള താല്പര്യമില്ല, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ഈ 19 വർഷം നിങ്ങൾ എന്നെ റൂമിൽ അടച്ചിട്ട പോലെയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരന് അമിതമായിട്ടുള്ള സ്നേഹം. ഈ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛ്യമായിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണത് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഹസീന എന്ന കൊല്ലപ്പെട്ട പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സുരേഷിന്റെ 17,000 രൂപയിൽ 10,000 രൂപ എടുത്തിട്ട് സുരേഷിനോട് പറയാണ്, ഒളിച്ചോടി പോകുന്ന ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ 10,000 എടുക്കുന്നത്, എന്നാലും ഒരു സേഫ്റ്റി ഉള്ള നിലയ്ക്ക് ഒരു 10,000 രൂപ എടുക്കുന്നുണ്ട്, ഞങ്ങളിത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തരും, പോകുന്ന കൂട്ടത്തിൽ ചെറിയ കുട്ടിയെ എടുത്തിട്ടാണ് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒളിച്ചോടി പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഒളിച്ചോടി പോകുന്നെങ്കിൽ പോയിക്കോ. ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്ത്രീ ഒളിച്ചോടി പോയാൽ സാധാരണഗതിയിൽ ഭർത്താക്കന്മാരൊന്നും അങ്ങനെ മെയിൻ ചെയ്യൊന്നുമില്ല, ആ പോയത് പോട്ടെ എന്നുള്ളത്. പക്ഷെ കുട്ടികൾ എടുത്ത് പോയാൽ, കുട്ടികളുമായാണ് ഏതെങ്കിലും സ്ത്രീ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണ്. ഏത് നിമിഷവും ഒരു വലിയ അപകടം. കുട്ടികളെ എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയ ഈ സ്ത്രീയുടെ ജീവൻ എന്ന് പറയുന്നത് അവർ മരിക്കുന്ന തലേ ദിവസം വരെ, മരിക്കുന്ന തൊട്ട് മുൻപുള്ള നിമിഷം വരെ ഭീഷണിയിലാണ്.
ഏത് സമയത്തും അവർ കൊല്ലപ്പെടാം. സുഖമായിട്ട് ജീവിക്കാൻ പോയവർ ഏത് സമയത്തും കൊല്ലപ്പെടാം. കുട്ടികളെ വീട്ടിലിരിക്കുന്ന കണ്ടവന്റെ കുട്ടികളെ എടുത്ത് പോയാൽ ഒരു പ്രശ്നം അതാണ്. അത് ഒരു സ്ത്രീകളും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പൊ ഈ കുട്ടികളെ ഒരാളെ കുട്ടീനെ എടുത്തിട്ട് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ പങ്കാളി ഇറങ്ങിപ്പോയാൽ ഈ ആള് വെറുതെ ഇരിക്കുവോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? കോമൺ സെൻസ് അല്ലേ ഇത്? അത്തരത്തിലാണ് ഈ പെണ്ണ്, ഈ ചെറിയ കുട്ടിയായിട്ടാണ് ഈ അസീന എന്ന് പറഞ്ഞ് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയത്. മാത്രമല്ല, ആ പാവപ്പെട്ടവൻ ഉണ്ടാക്കിയ 17,000 രൂപ ഉണ്ടായിരുന്നു വീട്ടിൽ. 1000 രൂപയും ഇവിടെ എടുത്തിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇത് തന്നെ വീട്ടും. എങ്ങനെയുണ്ട്? ആവശ്യമില്ലാത്തവനാണ്, ജീവിക്കാൻ വകയില്ലാത്തവനാണ്, അധ്വാനിച്ച് പാവത്തിന്റെ 10,000 രൂപ എടുത്ത് മുങ്ങിയത്. പുള്ളിക്കാരൻ സംശയം വരാൻ വേറെ കാര്യമുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് ഞാൻ പോയി പിന്നെ അവിടെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിനുശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട്. അപ്പൊ ആർക്കായാലും ഉണ്ടാവും ഒരു ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയം വരാൻ സാധ്യതയുണ്ട്. അതെ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷെ അതിനുള്ള കാരണം ഇതാണ്. ആദ്യം ഒരിക്കലും ആയതിന്റെ പേരിലാണ് പുള്ളി അങ്ങനെ കെയർ ചെയ്യുന്നത്. പുള്ളി കെയറിംഗ് ആണ് ഞാൻ പറഞ്ഞ, പുള്ളി കെയർ ചെയ്യാണ്. ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിച്ചോടി പോവാന്നുള്ളത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി മുന്നേയും പോയിട്ടുണ്ടെന്നാ പറഞ്ഞേ. മുൻപും പുള്ളിക്കാരി മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നേ. എന്നിട്ട് ഈ സുരേഷ് പോയി തിരിച്ചു കൊണ്ടുവന്നു ഈ പെണ്ണിനെ. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്റെ സുരേഷെ? എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? പോയത് പോട്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയവളും മരിച്ചു, അവളെ തിരിച്ചു കൊണ്ടുവന്ന സുരേഷും മരിച്ചു. ഇതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയെ കുറിച്ച് ഭയങ്കര സംശയമാണ് അത്ര സുരേഷിന്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും, അല്ലെ എല്ലാ പങ്കാളികൾക്കും ഉണ്ടാവും. ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് പങ്കാളിക്കും ഉണ്ടാവും സംശയം. കാരണം ഇത്തരത്തിലാണ് ചെയ്തത്. അങ്ങനെ തിരികെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് ജീവിക്കുമ്പോഴാണ് അടുത്ത അഫയർ. നിങ്ങളൊന്ന് ആലോചിക്കേ, അടുത്ത ഒളിച്ചോട്ടം വരുന്നത്. ആ അവസരത്തിലാണ് ഈ കൊലപാതകം നടന്നത്. ഈ ഒരാഴ്ചയോടൊപ്പം ഒരാളോടൊപ്പം താമസിക്കാൻ ആ സ്ത്രീയെ സംരക്ഷിക്കാൻ പിന്നെയും തയ്യാറായിരുന്നു. അതിന് ഫുള്ള് വോയിസ് ആയിട്ട് കിടപ്പുണ്ട്. കാല് വരെ പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയാമോ? 4 പിള്ളേർക്ക് മൂത്ത മോക്ക് നന്നായിട്ട് അറിയാം. മോളുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ അറിയുന്നത് തന്നെ. ഈ വോയിസ് റെക്കോർഡെല്ലാം പിന്നെ ഇവർ അടി കൂടുന്ന സമയത്തും എല്ലാം മൂത്ത മോളാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് അയച്ചു തരുന്നത് വോയിസ് ആയിട്ട്. കാര്യം മോളെ തല്ലുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്, പോയിട്ട് തെറി പറയുന്നുണ്ട്, തല്ലുന്നുണ്ട്. ഇതെല്ലാം അന്നത്തെ രാത്രി സംഭവിക്കുന്ന കാര്യം. അതായത് പുള്ളിക്കാരി ബാഗുമായിട്ട് പോകുന്ന ലോഡ്ജിൽ ഇവിടെ താമസിക്കുന്നു, അവിടെ അന്ന് രാത്രി ഇവിടെ വരുന്നു. അന്ന് രാത്രി എന്തായിരിക്കും വിഷയം സംഭവിച്ചത്? നിങ്ങൾ അറിഞ്ഞിടത്തോളം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി വീണ്ടും സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഇതായിരുന്നു. ഇത് ഈ പുള്ളിക്കാരൻ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഉറക്കണിട്ട് കാവലിരിക്കുമായിരുന്നു. ഇവർ ഉറങ്ങിയിട്ടില്ല. പുള്ളിക്കാരിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ പുള്ളിക്കാരൻ, അതായത് ഫ്രീ എന്ന വ്യക്തി പുറത്തു നിൽക്കുമായിരുന്നു. എങ്ങനെയും പോയാൽ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ പോവാതെ കാവലിരിക്കുമായിരുന്നു. 4 മണിയുടെ സഹിച്ചിരുന്നു, പറ്റിയില്ല. അപ്പോൾ തമ്മിൽ സംസാരങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികളായി. ആ സമയത്താണ് ഇത് പുള്ളിക്കാരി ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. ആ ദേഷ്യത്തിലാണ് പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് കാറിൽ പോയിട്ട് വന്നാണ് എന്തോ കത്തി എന്തോ എടുത്തുകൊണ്ടൊന്ന് ഇത് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നിവൃത്തികെട്ട ഒരു തീരുമാനമാണ് പുള്ളി എടുത്തത്. അതാണ് പറഞ്ഞത്. പിള്ളേരുടെ നോക്കാതെ വൈഫിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹമാണ് ഇതിൽ വന്ന് നിന്നേക്കുന്നത്. കാര്യം അന്നത്തെ രാത്രി നടന്ന സംഭവത്തിൽ കുറച്ച് വോയിസുകളുണ്ട്. ആ വോയിസ് കേട്ടാൽ അറിയാം ഒരാണുങ്ങളാരും അത്രയും താഴ്ന്നു വരത്തില്ല. ആ രീതിയിലാണ് പുള്ളിക്കാരുടെ കാല് വരെ പിടിച്ചിട്ടുണ്ട്. മോള് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കത് പുറത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി ആരും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആ വ്യക്തമായിട്ട് ഒരു പ്രാവശ്യം ആ വോയിസ് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാവും എന്താണ് ആ രാത്രി സംഭവിച്ചതെന്ന്. കാര്യം അന്യപുരുഷൻ്റെ കൂടെ കഴിഞ്ഞ വ്യക്തി തിരിച്ചു വന്നിട്ട് പോലും സ്വീകരിച്ചു, സ്റ്റേഷൻ മുഖേന സ്വീകരിച്ചു. കാര്യം പിള്ളേർക്ക് വേണ്ടിയിട്ട്. വീണ്ടും പുള്ളിക്കാരി 2 ദിവസം നിന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതുകൊണ്ട് നിന്നിട്ട് വീണ്ടും അയാളോട് പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ആ രാത്രിയാണ് സംഭവിച്ചത്. ബാഗുമായിട്ട് ഇറങ്ങിയ സമയത്താണ് സംഭവിച്ചത്. അതായത് ആദ്യഘട്ടത്തിൽ ഹസീന ഇയാളുടെ ഒളിച്ചോടി പോയിരുന്നു. ആ ഘട്ടത്തിൽ സുരേഷ് പോയിട്ട് കംപ്ലൈന്റ് ഉണ്ട്, മിസ്സിംഗ് കേസ് ഹേബിയസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം. ഇത് കേസും കൂട്ടാവുമെന്ന് കണ്ടപ്പം ഈ പോയ ഹസീന വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് 2 ദിവസം വീട്ടിൽ നിന്നു. വീട്ടിൽ നിന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇവർക്ക് പിന്നെയും കാമുകന്റെ കൂടെ പോകണം. കാമുകന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര വാശി. സുരേഷാണ് സമ്മതിക്കുന്നില്ല. ആദ്യം ഒരു തവണ ഒളിച്ചോടി, രണ്ടാമത് സുരേഷ് സ്വീകരിച്ചു. ഇപ്പൊ 2ാമത്തെ തവണയും ഒളിച്ചോടി, പിന്നെയും സുരേഷ് സ്വീകരിച്ചു. ഇപ്പൊ 3ാമത്തെ തവണ ഒളിച്ചോടാൻ പോകാൻ നിൽക്കുന്നു, 3ാമത്തെ തവണ ഇറങ്ങി പോകാൻ നിൽക്കുന്നത്. അത് സുരേഷ് തടയുകയാണ് ചെയ്യുന്നത്. ആ അവസരത്തിൽ സുരേഷിനെ പച്ചത്തെറി വിളിക്കേണ്ട ഈ കൊല്ലപ്പെട്ട പെണ്ണ്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പുളിച്ചത്തെറി. സുരേഷ് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ കാലി വീണ് കരഞ്ഞു എന്നാണ് സുരേഷിന്റെ ബന്ധുക്കൾ പറയുന്നത്. ഒരു പക്ഷേ സുരേഷ് അത് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ അതല്ല ആലോചിക്കുന്നത്, എന്തിനിങ്ങനെ ചെയ്തു?
എന്റെ സുരേഷ്, ഈ നാട്ടിലെന്താ പെണ്ണുങ്ങളില്ലേ? അത്ര വല്ലാത്ത തങ്കക്കെട്ടിയാണോ നിന്റെ ഹസീന? നീ കല്യാണം കഴിച്ച ഹസീന, നിന്നെ വഞ്ചിച്ച ഹസീന അത്ര വലിയ തങ്കക്കെട്ടിയാണോ? അതിനെക്കാട്ടും വലിയ തങ്കക്കെട്ടികളൊക്കെ ഈ നാട്ടിലില്ലേ? അതും ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ വല്ല പ്രയാസമുണ്ടോ സുരേഷേ? എന്തിനിങ്ങനെ തടഞ്ഞു വെച്ചു? ഈ തടഞ്ഞു വെച്ചോണ്ടല്ലേ നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നത്? ഭയങ്കര കഷ്ടം തന്നെയാണ്. അതെന്താ പറയാ, മണ്ടത്തരായി പോയി സുരേഷേ. മരിച്ചു പോയെങ്കിൽ പോലും നമ്മളെ വിഷമം പറയാണ്. നിന്റെ ജീവൻ പോലും അപകടത്തിലായില്ലേ? വേണ്ടില്ലായിരുന്നത്. എന്തിനു തടഞ്ഞു വെക്കണമെന്നേ? അതും ഇന്നത്തെ കാലത്ത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയണില്ല, എല്ലാവർക്കും മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെണ്ണില്ല ആണുങ്ങളൊക്കെ തടഞ്ഞു വെക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. ഇനി സുരേഷ് തടഞ്ഞു വെച്ചത് എന്തിനാണെന്ന് നമുക്കറിയില്ല. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണോ അറിയില്ല. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് സുരേഷ് ആത്മഹത്യയില്ലല്ലോ. ഇവള് ഇറങ്ങി പോവാൻ നിൽക്കുന്ന അവസരത്തിൽ, അതായത് ഈ പെണ്ണ് കൊല്ലപ്പെടുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് സുരേഷിനെ പച്ച തെറി വിളിച്ചിട്ടുണ്ട്. ഭർത്താവായ സുരേഷിനെ പച്ച തെറി വിളിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് കേട്ടോക്കാം. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? അവന്റെ തുറങ്ങാൻ പറഞ്ഞപ്പോ പട്ടി ഇറങ്ങി വരണം. നിങ്ങൾ വലിയ തൊള്ള നടക്കണമെന്ന് അവള് കാണാൻ വന്നേക്കണം. പട്ടി പട്ടി അപ്പൊ ഒരു തേങ്ങ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഓ എന്തെങ്കിലും നല്ലത് നേരം കൊണ്ട് ഇത് അടിച്ചാ പോലീസിനെ കളി ഇതൊക്കെ അവർക്ക് ഇത്ര സപ്പോർട്ട് ചെയ്യാം. ഞാൻ വേണ്ട. ആ അവനെ മൊത്തം അവളെ മറ്റം വരികയായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടാൻ പോകാൻ പറ്റുന്നത്. മനസ്സിലായ അതായത് ഹസീനയുടെ കാമുകൻ പുറത്ത് കാത്തിരിക്കാണ് ഇവളെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇയാള് ഹസീനയുടെ ഭർത്താവായ സുരേഷ് വീട്ടിൽ ഉറങ്ങാതെ കാവലിരിക്കാണ്. എന്ത് ഇവള് പോവെന്ന് വെച്ചിട്ട്. ആ അവസരത്തിലാണ് മകള് സംസാരിക്കുന്നത്, കയറി സംസാരിക്കണം. എന്തിനാണ് ഇത്തരത്തിലൊക്കെ അനാവശ്യം അച്ഛനോട് പറയുന്നത്? അന്നേരം ഈ ഹസീന ഈ മകളെ ആക്രമിക്കാണ്. അതായത് കൊല്ലപ്പെടുന്നതിന്റെ മിനിറ്റുകൾക്ക് മുന്നേ അതൊക്കെ പച്ച തെറി വിളിക്കുന്നു. മകളെയും അച്ഛനെയും പച്ച തെറി വിളിക്കുന്നു. മകളെ ആക്രമിക്കുന്നു. ഒളിച്ചോടാൻ കഴിയാത്തതിലുള്ള സങ്കടമാണത്. ഇത് തിന്നാനില്ലായിട്ടോ അതിൽ കാശില്ലായിട്ടോ അല്ല, ഒളിച്ചോടാൻ പോകണത്ത് എടുക്കാൻ കൊണ്ട് അതില് നേരം വൈകുവോ എന്നുള്ള പേടിയുണ്ട്. ഭർത്താവിനെയും മകളെയും ചീത്ത, മകളെ ആക്രമിക്കുന്നു. കാമുകൻ പുറത്ത് കാത്തിരിക്കണം ഇവളൊന്ന് ഇറങ്ങിയെങ്കിൽ ഇവളായിട്ട് പോവാന്ന് വെച്ചിട്ട്. ഭർത്താവ് ഇവളെ വിടുന്നില്ല. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? എന്റെ ഭർത്താവായ സുരേഷെ? നിന്റെ ജീവിതവും നീ കളഞ്ഞല്ലോ. ഇതിനെക്കുറിച്ച്, ഈ സംഭവത്തെ കുറിച്ച് സുരേഷിന്റെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ശരിക്കും അടുത്ത ബന്ധമായിരിക്കും. കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇനി വല്ലാത്ത കഷ്ടമായിരിക്കും അല്ലേ? അച്ഛനും പോയി അമ്മയും പോയി ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അല്ലേ? എൻ്റെ മകനാണ് മരണപ്പെട്ടത്, മകനും മരുമകളും. പക്ഷേ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ഇരുന്നത്. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോയി. നമുക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 4 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഇപ്പോൾ പാഴായത്. അവരെ ഇനി അന്വേഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അമ്മമാരെന്ന് പറയുന്നത് നല്ല പ്രായം ചെന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് താങ്ങുകയൊന്നുമില്ല ഇവരെ 4 പേരെയും സംരക്ഷിച്ച് പോകാൻ. അതിന് നമുക്ക് സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ പിള്ളേരുടെ കൂടെ, കാരണം ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സാധാരണ സാധുക്കളാണ്. കാരണം ഇതിൽ ജോലിയുള്ളവരൊന്നും അത്ര സാമ്പത്തികമുള്ളവരൊന്നും നമ്മളെ കുടുംബത്തിലില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് ഒരു ദിവസം വന്ന് നോക്കിയാലും നമുക്ക് എല്ലാ ദിവസവും വന്ന് നോക്കാനോ എടുക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക്
ചെയ്ത് കിട്ടണം. കിട്ടിയാലേ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് തെളിയിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് സുരേഷിന്റെ അച്ഛൻ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നന്മ കിട്ടണം. നന്മ എന്ന് അവർ ഉദ്ദേശിച്ചത് ഈ കുട്ടികൾ, ഈ 4 കുട്ടികളുണ്ടല്ലോ, 4 കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒരു കുട്ടിക്ക് 18, മറ്റൊരു കുട്ടിക്ക് 16, മൂന്നാമത്തെ കുട്ടിക്ക് 9, നാലാമത്തെ കുട്ടിക്ക് 8. ഈ 4 കുട്ടികളാണ്. ഒന്നും അറിയാത്ത കുട്ടികൾ. 18 വയസ്സായ കുട്ടി പ്രായപൂർത്തിയായി നോക്കാം. ബാക്കിയുള്ള കുട്ടികളോ ഒക്കെ ചെറിയ കുട്ടികളാണ്. ഇവർക്ക് ഈ സംഭവത്തെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് ധാരണ ഒന്നുമില്ല. ലോകം അവർ പരിചയിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലാണ് സ്വന്തം അമ്മ കയ്യിലിരിപ്പ് കൊണ്ട് അച്ഛനാൽ കൊല്ലപ്പെടുന്നത്. പിന്നീട് അച്ഛനും കൊല്ലപ്പെട്ടു. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും അനാഥരായി. അവർ താമസിക്കുന്ന ഒരു വാടക വീട്ടില്ല. അവർക്ക് വീടിനുള്ള അർഹത ഉണ്ട്. ബന്ധപ്പെട്ടവർ അത് ചെയ്തു കൊടുക്കുന്നതന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റാവുന്നത്, കുട്ടിക്ക് 18 വയസ്സായ സ്ഥിതിക്ക്, മൂത്ത കുട്ടിക്ക് 18 വയസ്സായ സ്ഥിതിക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ ബന്ധപ്പെട്ടവർ പരിശോധിച്ച് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഈ സംഭവത്തെ കുറിച്ച് ഹസീനയുടെയും സുരേഷിന്റെയും മൂത്ത മകൾ 18 വയസ്സായ കുട്ടി, ഇതിനൊക്കെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഈ കുട്ടിയാണ് മെയിനായിട്ട്. ഈ കുട്ടി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു? നിങ്ങളുടെ ഇടയ്ക്ക് ഈ മറ്റേയാളുടെ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നോ? ഈ അടി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയപ്പോഴാണ് അച്ഛൻ അറിയാന്നുള്ളത്. അതിനു മുമ്പുള്ള കാര്യമൊന്നും അച്ഛന് അറിഞ്ഞൂടാ. എന്ത് പറഞ്ഞു ഇവിടുന്ന് പോകുന്നത്? ഇനി വരില്ല എന്ന് പറഞ്ഞാണ് പോയിരുന്നത്. നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അമ്മ ഇവിടുന്ന് പോയാൽ എപ്പോഴും അറിയുന്നത്? രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോ. ഇളയാളെയും കൂട്ടിക്കൊണ്ട് പോവാണ് ചെയ്തത്? ഇവിടെ പോകുന്ന പറഞ്ഞിട്ട് പോയത്? ഇവിടുന്ന് എവിടെ പോണെന്ന് പറഞ്ഞില്ല. പോവുകയാണ്. ഉമ്മീരെ വീട്ടിലും അപ്പച്ചിരി വീട്ടിലും പോവില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംശയം ഉണ്ടായിരുന്നു. അച്ഛ നാളവിടെ പോയതാണെന്ന് തോന്നുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു. അറിയായിരുന്നു, പക്ഷെ അച്ഛന് സംശയരോഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് അച്ഛനത് പറയാത്തത്. ഉണ്ട് സംശയരോഗം. അത് എനിക്കറിയില്ല, പക്ഷെ സംശയരോഗം ഉണ്ട്. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത്. എപ്പോഴും എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ, ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തുവിടില്ല. ഇല്ല, പുറത്തുവിടില്ല. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. ഈ ഒരാഴ്ച ശേഷം അമ്മ തിരിച്ചു വന്നു. ഒരുപാട് യാചിച്ചോ? എന്താ പറയാ? എന്റെ അടുത്താണ് സംസാരിച്ചത്. അമ്മയുടെ സംസാരിച്ചില്ല. മിണ്ടിയില്ല. അമ്മ മിണ്ടോന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് മിണ്ടുമായിരിക്കും അച്ഛ എന്നൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. അച്ഛനെ സമാധാനപ്പെടുത്താണ് ഞാൻ ചെയ്തത്. അവിടെ സ്റ്റേഷനിൽ വെച്ച് കാല് പിടിച്ചിരുന്നു. പോയില്ലെന്ന് പറഞ്ഞ് കാല് പിടിച്ചായിരുന്നു. അമ്മ പറഞ്ഞ് പറ്റില്ല എന്ന് തന്നെ അമ്മയും പറഞ്ഞത്. അവിടെ സ്റ്റേഷനിലുള്ള ആൾക്കാരാണ് പറഞ്ഞ് സമ്മതിപ്പിച്ച് വിട്ടത്. അപ്പൊ മോളെന്താ കാണുന്നത്? മകളെ നിലയിൽ ആരുടെ ഭാഗത്ത് തെറ്റ് വന്ന എവിടെയാണ്? അച്ഛന്റെ ഭാഗത്താണോ അമ്മയുടെ ഭാഗത്താണോ? രണ്ടു ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരെയും മനസ്സിലാക്കിയില്ല, അതാണ് കാര്യം. അപ്പോൾ ഒരാള് അമ്മ അച്ഛൻ ശരിയാവാൻ വേണ്ടിയായിരിക്കും ചെയ്തത്. ചിലപ്പോൾ അച്ഛൻ ചിലപ്പം അമ്മയെ ശരിയാക്കാൻ വേണ്ടിയായിരിക്കും ചെയ്തത്. അങ്ങനെ വല്ല ആയിരിക്കും. അല്ലാതെ രണ്ടുപേരെ ഞാൻ കുറ്റം പറയണില്ല. അല്ല, നിങ്ങൾ ഈ 4 കുഞ്ഞുങ്ങളെ ഓർത്തായിരുന്നെങ്കിൽ അമ്മ ഇത് ചെയ്യുമായിരുന്നോ? അമ്മ ഓർത്ത് അവളെ മാത്രമാണ് കൊണ്ടുപോയത്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. 4 പേരെ ഓർത്തിരുന്നെങ്കിൽ ഇത്ര ഒരു പോവില്ലായിരുന്നു. അവരെ മാത്രം സ്നേഹം, അങ്ങനെ അവരെ ലോകമായിരുന്നു. അതായിരുന്നു. അമ്മയുടെ കൂട്ടുകാരനായിരുന്നു എന്ന് പറയുന്നത്. അവനാണ്. അത് നമ്മള് സംസാരിക്കാം. അപ്പോഴും നല്ലൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവൻ തന്നെയാണ് കാരണം. അവൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടില് വലുതായിട്ട് പ്രശ്നം ആയത്. അവൻ കാരണമാണ് മൊത്തത്തിൽ ഇതായത്. അല്ലാതെ ഇത്രയും ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ ഇങ്ങനെ നിന്നപ്പോൾ അവൻ പെട്ടെന്ന് സ്വപ്നത്തിൽ അവൻ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവൻ ഇറക്കിക്കൊണ്ടുപോയി. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, ഈ പറയുന്ന കൊല്ലപ്പെട്ട ഹസീനക്കോ പിന്നീട് കൊല്ലപ്പെട്ട സുരേഷിനോ, അതായത് ഈ 4 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അമ്മ എങ്ങനെയാണ് ഒളിച്ചോടി പോകുന്നത്? ഈ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ലേ? 18 വയസ്സായ ഒരു കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഈ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചില്ലേ? അതായത് ഹസീനയും സുരേഷും വളരെ സെൽഫിഷ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുരേഷിനെ ഹസീനയിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്.
അത് സുരേഷിന് ഒരു സുപ്രഭാതം കൊണ്ട് ഉണ്ടായതല്ലോ. ഹസീന ആദ്യ ഘട്ടത്തിൽ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് സുരേഷ് കൈയും കാലും പിടിച്ച് ഹസീനയെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് വീട്ടിലേക്ക് ആണുങ്ങൾ വരുമ്പോൾ, പെണ്ണുങ്ങൾ വരുമ്പോൾ പോലും സുരേഷിന് സംശയമായിരുന്നു. അത് സ്വാഭാവികമാണ്. അതിനുള്ള എല്ലാ സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്താരാ? ഈ ഇറങ്ങിപ്പോയ ഹസീനല്ലേ. പിന്നെ സുരേഷ് സംശയിക്കുന്നതിൽ നമുക്ക് സുരേഷിനെ കുറ്റം പറയാൻ പറ്റുമോ? രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് വളരെ സ്വാർത്ഥരായിരുന്നു. അവർക്ക് മക്കളെ കുറിച്ച് ചിന്തയില്ല, കുടുംബത്തിനെ കുറിച്ച് ചിന്തയില്ല, അങ്ങനെയുള്ള യാതൊരു ചിന്തകളും അവർക്ക് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് എപ്പോഴും ചിന്ത, പ്രത്യേകിച്ച് ഹസീനക്ക് എപ്പോഴും ചിന്ത തന്റെ ശരീരസുഖം തന്നെയായിരുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അത് നമ്മളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. 18 വയസ്സായ ഒരു കുട്ടിയെ വീട്ടിൽ ഒറ്റക്കാക്കിക്കൊണ്ട് അതിന്റെ അമ്മ ഒളിച്ചോടി പോകുന്നു. എന്തിനാണ് ആ അമ്മ പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ആദ്യമായിട്ടാണോ ഈ അമ്മ ഒളിച്ചോടി പോകുന്നത്? അല്ല, അമ്മയുടെ 3ഓ 4ഓ ഒളിച്ചോട്ടാണിത്. 3ാമത്തെയോ 4ാമത്തെയോ ഒളിച്ചോട്ടാണിത്. ഈ ഘട്ടത്തിൽ നമുക്ക് രണ്ടുപേരും ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടുപേർക്കും മക്കളോട് യാതൊരു സ്നേഹവും ഇല്ലായിരുന്നു. എന്തൊക്കെയോ സാഹചര്യത്തിൽ 4 മക്കൾ ജനിച്ചു പോയി. അത് അവരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ഭാരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ മക്കളൊക്കെ ഒന്നിച്ചാക്കി സുരേഷ് ആത്മഹത്യ ചെയ്യുന്നത്? എങ്ങനെയാണ് ഹസീന ഒളിച്ചോടുന്നത്? ഒളിച്ചോടാനുള്ള ആവേശത്തിനിടയിൽ ഹസീന എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഈ മക്കളോട് എന്തെങ്കിലും രീതിയിലുള്ള സ്നേഹം ഇവർക്കുണ്ടായിരുന്നോ? ഇല്ല, ഒരു സ്നേഹമില്ലായിരുന്നു. ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സുഖമായിരുന്നു അവൾക്ക് ഏറ്റവും വലുത്. മക്കളൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഈ ലെവലായിരുന്നു. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടോക്സിക് ആയിരുന്നു ഭാര്യയുടെ കാര്യത്തിൽ. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാൾ ഭാര്യയോട് മാത്രമാണ് ടോക്സിക്. മക്കളോട് അയാൾക്ക് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു. ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഹസീനയുടെ ആങ്ങളെയും ഹസീനയുടെ മാതാവും എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അമ്മയല്ലേ, അപ്പൊ എല്ലാരും കുറ്റപ്പെടുത്തുന്ന ഹസീനയാണ്. അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പറയാറുണ്ട് ഹസീനോട്? എന്താ അമ്മ പറഞ്ഞു? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കുറ്റം ചെയ്യണം എന്തിന് ആവശ്യമില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം കേൾക്കത്തില്ലയോ? അന്നേരം കേൾക്കില്ലേ? മകള് കേൾക്കില്ലേ? മകള് കേൾക്കണം. കേട്ടല്ലേ എല്ലാത്തിനും ഈ പിള്ളേരെയൊക്കെ വളർത്തേണ്ട നാലെണ്ണത്തിന് ഞാണ് പറയണത്. മുഖത്തിൽ എല്ലാരും ഇപ്പൊ മകളെയാണ് കുറ്റം പറയുന്നത്. അമ്മ എന്ത് പറയുന്നു? മകള് തെറ്റ് ചെയ്തോ? തെറ്റെന്ന് തന്നെ പറഞ്ഞ ഇപ്പോഴായിട്ട് എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. മനസ്സിലായ? എനിക്കൊന്നും പറയാം. ഞാൻ ഇപ്പോഴും പറയാറില്ല. ഒന്നും അറിയത്തില്ല. എപ്പോഴും വരാറില്ല. അങ്ങോട്ട് എപ്പോഴും വരാറില്ല. ജോലിയാണ് കണക്കിന് വരും. ഇവിടുത്തെ നടക്കുന്ന വിഷയങ്ങളൊന്നും അറിയുന്നില്ല. സുരേഷും ഹസീനും തമ്മിലുള്ള വിഷയമൊന്നും അറിയുന്നില്ല അല്ലേ? എപ്പോഴും വരാറില്ല, കേൾക്കാറില്ല. 3 കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് അത് നമ്മൾ പോലീസ് സ്റ്റേഷൻ പറഞ്ഞല്ലോ. അവള് വന്നപ്പോ ചോദിച്ചു, നീ ഇതിനെ കളഞ്ഞിട്ട് എങ്ങനെ പോയി, എന്തിനാണ് പോയി? അത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് പോയെന്നാണ് പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടെ, ഇവിടുത്തെ വിശേഷം ഒന്നും അറിഞ്ഞൂടാ. കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഹസീനയുടെ ഉമ്മ പോലും ഹസീനയെ ന്യായീകരിക്കുന്നില്ല. ഹസീന എന്നും നോക്കി നടന്ന അവളുടെ സുഖമായിരുന്നു. ആ സുഖം അലയുന്നതിനിടയിൽ ഹസീന ദാരുണമായി കൊല്ലപ്പെട്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്. മക്കളെ കുറിച്ച് ഹസീനക്കോ സുരേഷിനോ യാതൊരു വീണ്ടും വിചാരമില്ലായിരുന്നു. അതുകൊണ്ടാണ് സുരേഷ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ടാണ് ഹസീന ഒളിച്ചോടി പോയത്. ഇപ്പൊ ഹസീനയുടെ ഉമ്മ പറയുന്നതോ ആങ്ങളെ പറയുന്നതോ അവർക്ക് ഈ വീടുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. അത് സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ ഏറ്റവും വലിയ കാര്യം അവരിതിന് ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ വീടുമായിട്ട് ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യമാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആണ്. പൊതുവെ വീടുകാരായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ബന്ധം മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യം തീരെ അറിയില്ല. അവർ പറഞ്ഞ കറക്റ്റ് ആവാനാണ് സാധ്യത. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കൊല്ലപ്പെട്ട ഹസീനയെ നമുക്ക് ന്യായീകരിക്കാനേ പറ്റില്ല ഒരു ഇര എന്നുള്ള രീതിയിൽ. അവരും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ച എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ വീഴ്ച. ഹസീന എന്ന് പറയുന്നത് സ്വന്തം കാര്യം, സ്വന്തം സൗകര്യങ്ങളും സ്വന്തം സുഖങ്ങളും മാത്രം നോക്കി നടന്നിരുന്ന ആളായിരുന്നു. അവൾ ചെറിയ കുട്ടിയായിട്ട് പോയി. ഹസീനയുടെ ജീവിതം തന്നെ അവിടെയാണ് വെല്ലുവിളിയായത്. ഒളിച്ചോടി പോകുന്നവർ ഒറ്റയ്ക്ക് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളുടെ അടുത്ത് പോയാൽ അവർ ഏത് നിമിഷവും അവർക്ക് എന്തും സംഭവിക്കാം, എവിടെ വെച്ചും സംഭവിക്കാം. അത് തീർച്ചയാണ്. പോകുന്നവർ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ, അതിന് എന്താ പ്രശ്നം? ആരും തടുക്കാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേസ് വരുന്നില്ല. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിട്ട് പോയി എന്നുള്ള അയാളെ വിഷയമല്ല. അയാളെ വിഷയം ഭാര്യ പോയി എന്നുള്ളതാണ്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ 4 കുട്ടികളെ ഓർത്ത് മാത്രമേ നമുക്ക് വിഷമമുള്ളൂ, ആശങ്കയുള്ളൂ.
അവരുടെ ഭാവിയെ കുറിച്ച് മാത്രമേ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഈ വിഷയത്തിൽ സുരേഷിനെയോ കൊല്ലപ്പെട്ട ഹസീനയെയോ ഒരു നിലക്കും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. രണ്ടു പേരുടെ ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഹസീനയുടെ ഭാഗത്ത്. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധനാണ്, അതൊന്നും പറയണ്ട. ഇവിടെ എല്ലാം കണക്കാണ്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു.